അഭിമാനമാണ് രാഹുൽ ഗാന്ധിജി നയിക്കുന്ന ഈ യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഇത് ഒരു ചരിത്ര ദൗത്യവുമായി ശ്രീ രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടക്കുകയാണ്. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ സമാധാനപരമായ ഒരു രാഷ്ട്രീയ നീക്കം, രാഷ്ട്രീയ യാത്ര ഇതുപോലെ ഇത്രയും നീളമുള്ള, ഇത്രയും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു യാത്ര ഇല്ല. തീർച്ചയായിട്ടും സ്നേഹത്തിൻ്റെ സന്ദേശം, ഐക്യത്തിൻ്റെ സന്ദേശം. നിങ്ങൾക്കറിയാം, ഈ യാത്ര തുടങ്ങിയത് പൊന്നോണ നാളിലാണ്, തിരുവോണ നാളിലാണ്. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ സന്ദേശമായ ആ ദിവസം തന്നെ ഈ യാത്ര തുടങ്ങുകയും ആ സന്ദേശം തന്നെ ഇന്ത്യ മൊത്തം പകരുകയും ചെയ്യുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ യാത്രയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, പങ്കാളിയാവാൻ സാധിച്ചതിൽ, ഭാരത യാത്രികനാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി ഈ യാത്രയെ സ്വീകരിച്ചിരിക്കുകയാണ്. അവരോടെല്ലാം നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുള്ളൂ. നമസ്കാരം. എല്ലാ വാഹനങ്ങളും മുന്നിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ആവേശപൂർവ്വമാണ് ഈ യാത്രയുടെ ഭാഗമാവുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ആഘോഷങ്ങൾ നിങ്ങൾക്ക് എനിക്ക് ചുറ്റും കാണാൻ സാധിക്കും. അതിരാവിലെ തന്നെ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി യാത്രയിൽ പങ്കെടുക്കാനും ഈ യാത്രയുടെ സന്ദേശം നാട്ടിലെത്തിക്കാനും വേണ്ടിയിട്ട് അവരുടെ ശ്രമങ്ങൾ നടത്തുകയാണ്. തീർച്ചയായിട്ടും പരിപൂർണ വിജയമായിട്ട് തന്നെയാണ് ഈ യാത്ര കലാശിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യാത്രയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര രാജ്യത്തിന് ഗുണകരമാകാനുള്ള യാത്രയാണത്. എല്ലാവരെയും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അതിനുവേണ്ടിയാണ് ഈ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അദ്ദേഹം നടത്തുന്നത്. എല്ലാ ജനതയും ഒരേപോലെ കാണുന്നത്, അതിൽ വേർതിരിവില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാഷ്ട്രമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം, തുല്യമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ്. പണ്ട് ഇന്ത്യ ഭരിച്ചവരൊക്കെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുത്തൊരു നാടാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിലിപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ രീതികളൊക്കെ വന്നിരിക്കുകയാണ്. जय हिंद साथियों, मैं पिंकी सिंह महाराष्ट्र से। साथियों जी, जो हमारा उपदेश, जो राहुल जी ने हमें इस चीज़ के लिए सिलेक्ट किया है कि हम लोग उनके साथ चलें, ये हमारे लिए बहुत सुनहरा अवसर है, क्योंकि एक इतिहास रचा जा रहा है इतनी लंबी यात्रा का। गांधी जी के बाद जो राहुल गांधी जी ने एक नया ये जो फैसला किया कि हमें भारत जोड़ो यात्रा शुरू करनी चाहिए। यात्रा का उद्देश्य क्या है? यात्रा का उद्देश्य यात्रा का उद्देश्य है कि सभी को एक साथ लेके चलना और सभी धर्मों को। और मैं पंजाब से आया हूँ, मनोज सिंह भट्टी हूँ, अमृतसर से हूँ। और मैं जब घर से चला था तो मेरे साथ 200-250 करीब लोग चले थे, और कुछ भारत यात्री थे जिनमें 118 और कुछ जो थे सेवा दल के थे। जब हम आगे कन्याकुमारी से कश्मीर की तरफ बढ़ रहे हैं तो देखा कि पीछे 15-20 हज़ार की तादाद में लोग चल रहे हैं। और मैं दलित समाज से हूँ, और जय भीम जय भारत। जो भी आज समाज में कितना दलित समाज का शोषण हो रहा है, मोदी सरकार को 8 साल हो चुके हैं, पर ये जो दलित समाज से अत्याचार हो रहे हैं ये 8 साल में बढ़ गए हैं। और इतनी महंगाई हो गई है कि दलित समाज टूट गया है, और दलित समाज बदलाव चाहता है कि राहुल जी को जब चल रहे हैं और चलते चलते उनके गले में लग रहे हैं कि हमें उनका दर्द, जो राहुल जी उनका दर्द समझ रहे हैं कि हम टूट चुके हैं और हमें बदलाव चाहिए। मैं सुशील दाड़क हरियाणा से, और इस देश के अंदर
2014 से आरएसएस और मोदी की जो सरकार आई है उसमें इस देश के अंदर हिंदू मुस्लिम जात पात का जो जहर घोला है, आज उससे पहले कभी भी नहीं होता था कि हिंदू मुस्लिम क्या है, हम सब भाई भाई हैं। और हमारे आदरणीय राहुल गांधी जी ने भारत जोड़ो यात्रा का जो नेतृत्व कर रहे हैं, उन्होंने प्रण किया है कि इस देश के अंदर हिंदू भी रहेगा, मुस्लिम भी रहेगा, सिख भी रहेगा, ईसाई भी रहेगा और किसी प्रकार की जात पात नहीं होगी। अब ये देखिए किस प्रकार से आए दिन कहीं ना कहीं हिंदू मुस्लिम होता है, जात पात होती है। और राहुल गांधी के साथ जो ही कन्याकुमारी से हम चले तो सीमित लोग थे, लेकिन आज जो संख्या है हज़ारों की जनसंख्या में ये यात्री हो चुके हैं। और मैं ये बताना चाहता हूँ कि इस देश के अंदर श्रीमती इंदिरा गांधी जी ने बैंकों का राष्ट्रीयकरण किया था। राष्ट्रीयकरण करने का मतलब ये था कि आम व्यक्ति तक वो सरकार की सुविधाएं पहुँचे। आज जो राहुल जी के नेतृत्व में यात्रा चल रही है, ये एक ऐतिहासिक यात्रा है। हिंदुस्तान में आज़ादी के बाद इतनी बड़ी यात्रा किसी ने की नहीं और इसके पहले भी कभी नहीं की गई इतनी बड़ी यात्रा विश्व में। इस ऐतिहासिक यात्रा का उद्देश्य भारत में जो राजनीतिक उठापटक हो रही है उसके अलावा सांस्कृतिक और राष्ट्रीय पहचान के साथ एक लगाव, लोगों में आपस में प्रेम बढ़ाना है। जहाँ नफरत बढ़ती जा रही है उस नफरत को ख़त्म करना है। जब हम कन्याकुमारी से निकले थे तो हम 200 लोग थे, आज हज़ारों लाखों की तादाद में लोग हमारे साथ चल रहे हैं। भारत जोड़ने का काम राहुल जी के नेतृत्व में बड़ी तन्मयता के साथ हो रहा है। कांग्रेस के कार्यकर्ता लगे हुए हैं। धन्यवाद।